വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് നമുക്ക് പ്രഗ്നൻസി പോസിറ്റീവ് ആയി കഴിയുമ്പോൾ ഉണ്ടാകാൻ ചാൻസ് ഉള്ള 3 ലക്ഷണത്തിനെ പറ്റിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതിനോടകം ഒരുപാട് പ്രഗ്നൻസി ലക്ഷണത്തിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. അത് കാണാൻ വേണ്ടിയിട്ട് ദിജോസ് വേൾഡ് എന്ന നമ്മുടെ ചാനൽ വിസിറ്റ് ചെയ്തതിന് ശേഷം ഏർലി പ്രഗ്നൻസി സിംറ്റംസ് എന്ന് പറയുന്ന പ്ലേലിസ്റ്റ് നിങ്ങൾ നോക്കുക. അതിൽ നിങ്ങൾക്ക് പ്രഗ്നൻസി സിംറ്റംസ് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ നമ്മുടെ ചാനൽ ഫോളോ ചെയ്തിട്ട് പ്രഗ്നന്റ് ആയിട്ടുണ്ട്. അവരൊക്കെ ഫോളോ ചെയ്തതിന്റെ സക്സസ് സ്റ്റോറീസ് നിങ്ങൾക്ക് ചാനൽ വിസിറ്റ് ചെയ്തിട്ട് കമ്മ്യൂണിറ്റി ടാബ് പ്രസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും. അതിൽ നിങ്ങളുടെ സെയിം ഹെൽത്ത് കണ്ടീഷൻസ് ഉള്ള ആളുകൾ എന്തെല്ലാം ടിപ്സാണ് ഫോളോ ചെയ്തതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ആ ടിപ്സിൽ നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ തന്നെ തിരഞ്ഞെടുത്ത് ഫോളോ ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. ഇവിടെ നമുക്ക് ഒരുപാട് പ്രഗ്നൻസി ലക്ഷണത്തിനെ പറ്റിയിട്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ പറയുന്ന പ്രഗ്നൻസി ലക്ഷണങ്ങൾ ഒന്നുമില്ലെങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും ശരീരപ്രകൃതി ഭയങ്കര ഡിഫറെൻ്റ് ആണ്. നമുക്ക് തന്നെ ഫസ്റ്റ് പ്രഗ്നൻസിയിൽ ഉണ്ടായ ലക്ഷണമായിരിക്കില്ല സെക്കൻഡോ തേർഡോ പ്രഗ്നൻസിയിൽ ഉണ്ടാവുന്നത്. നമ്മുടെ ലൈഫ് സ്റ്റൈൽ വന്നിട്ടുള്ള പല വ്യത്യാസങ്ങൾ കൊണ്ടും നമ്മൾ പറയുന്ന സോക്കോൾഡ് ആയിട്ടുള്ള പല പ്രഗ്നൻസി ലക്ഷണങ്ങളും ഇപ്പോൾ പലർക്കും തന്നെ ഉണ്ടാവുന്നില്ല. സോക്കോൾഡ് പ്രഗ്നൻസി ലക്ഷണങ്ങളൊന്നും ഉദ്ദേശിച്ച് നമ്മൾ തലകറങ്ങി വീഴുക അല്ലെങ്കിൽ ഛർദ്ദിക്കുക, ഇതെല്ലാമാണ് ഇത് പ്രഗ്നൻസിയുടേതാണെന്ന് നമ്മൾ വിചാരിച്ചു വെച്ചിരിക്കുന്ന ലക്ഷണങ്ങൾ. എന്നാൽ ഇപ്പോൾ പല ആളുകൾക്കും ഇത്തരത്തിലുള്ള സോക്കോൾഡ് പ്രഗ്നൻസി ലക്ഷണങ്ങൾ ഉണ്ടാകാറില്ല. അതുണ്ടാകാതെ തന്നെ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പലർക്കും പോസിറ്റീവ് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ലക്ഷണങ്ങൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ ശരീരം നന്നായിട്ട് കെയർ ചെയ്യുക. എക്സ്പെക്റ്റഡ് പീരിയഡ് ഡേറ്റ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ബ്ലീഡിങ് വരുന്നില്ലെങ്കിൽ ഡേറ്റ് മിസ്സായി 5 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ കാർഡ് മേടിച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ പീരീഡ് ആകുന്ന ദിവസം നിങ്ങൾക്ക് ലൈറ്റായിട്ട് ബ്ലീഡിങ് ഉണ്ടായതിനു ശേഷം ബ്ലീഡിങ് സ്റ്റോപ്പ് ആവുകയാണ്, പ്രഗ്നൻസി ലക്ഷണങ്ങൾ കണ്ടുവരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്പോഴും ടെസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. ഒരുപാട് ആളുകൾക്ക് ത്രെട്ടേൺഡ് മിസ്കാരേജ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനും അതുപോലെ പ്രൊജസ്ട്രോൺ ഹോർമോണിന്റെ ഏറ്റക്കുറച്ചിലുകളും കൊണ്ട് പലപ്പോഴും ലൈറ്റ് ആയിട്ടുള്ള സ്പോട്ടിംഗ് ഉണ്ടായി പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. അതുകൊണ്ട് നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കാം. ഇവിടെ സംസാരിക്കുന്ന പ്രഗ്നൻസി ലക്ഷണങ്ങളിൽ ഏറ്റവും ആദ്യത്തേതെന്ന് പറയുന്നത് ഹസ്ബൻഡിന്റെ സ്മെല്ലിനോട് ഒരു ഇറിറ്റേഷൻ നിങ്ങൾക്ക് തോന്നുക. ഓരോ വ്യക്തിക്കും ഡിഫറെന്റ് ആയിട്ടുള്ള സ്മെല്ലുണ്ട്. അവരുടെ ഓഡോർ, അവരുടെ ഒരു വേർപ്പിന്റെ ആണെങ്കിലും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സ്മെല്ലുണ്ട്. അതുപോലെ തന്നെ ചിലർ ഉപയോഗിക്കുന്ന പെർഫ്യൂംസിന്റെ, ഡിയോഡ്രന്റിന്റെ ഒക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള സ്മെല്ലുണ്ട്. സാധാരണയായിട്ട് പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്ന പല സ്ത്രീകൾക്കും അവരുടെ ഹസ്ബൻഡിന്റെ സ്മെല്ലിനോട് ഇഷ്ടക്കുറവ് ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. ഇതിന്റെ റീസൺ എന്താണെന്ന് നമുക്ക് നോക്കാം. ഈസ്ട്രജൻ ഹോർമോൺ കൂടുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ വളരെ ചെറിയ സ്മെല്ല് വരെ നമ്മുടെ മൂക്കിലോട്ട് എത്തുന്നതിന്, ഭയങ്കര ഗാഢമായിട്ട് അത് മൂക്കിലോട്ട് എത്തുന്നതിന് കാരണമാവുന്നുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ മുൻപ് ഏതൊക്കെ സ്മെല്ലിലാണോ ആ ഒരു സമയത്ത് സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ നിന്നത്, ആ സ്മെല്ലിനോടൊക്കെ പിന്നെ അങ്ങോട്ടേക്ക് നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ളൊരു വിരക്തി അനുഭവപ്പെടാനായിട്ട് തുടങ്ങും. നമ്മുടെ സമീപത്ത് ഏറ്റവും കൂടുതലുള്ളത് ഹസ്ബൻഡ് ആയതുകൊണ്ടും നിങ്ങൾ ഇന്റിമേറ്റ് ആകുന്ന സമയത്തൊക്കെ ആ ഒരു സ്മെല്ല് നിങ്ങൾക്ക് എപ്പോഴും നോട്ട് ചെയ്യാൻ പറ്റുമല്ലോ. അതുകൊണ്ട് പലർക്കും ഹസ്ബൻഡ് അടുത്ത് വരുന്നത് തന്നെ ആ ഒരു 9 months വരെ ഇഷ്ടമില്ലാതെ പോകുന്ന പല സ്ത്രീകളുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ അദ്ദേഹം ഉപയോഗിക്കുന്ന ഏതെങ്കിലും സ്പ്രേ ആണെങ്കിൽ കൂടി തന്നെ നിങ്ങൾക്ക് അതിനോട് ഭയങ്കരമായിട്ടുള്ളൊരു മടുപ്പ് തോന്നും. ശരിക്കും പ്രഗ്നൻസി സമയത്ത് പലർക്കും ആ സമയത്ത് നമ്മുടെ ഇംപ്ലാന്റേഷൻ കഴിഞ്ഞിട്ടുള്ള ഒരു ഫസ്റ്റ് ട്രൈമസ്റ്റർ ഉണ്ടല്ലോ, ഈ സമയത്തായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഈ ഒരു സ്മെല്ലിന്റെ ഭയങ്കരമായിട്ട് സെൻസിറ്റിവിറ്റി അനുഭവപ്പെടുന്നത്. ഇപ്പൊ നിങ്ങൾ ഉപയോഗിക്കുന്ന സോപ്പ് ആണെങ്കിലും, നിങ്ങളുടെ വീട്ടിൽ കത്തിക്കുന്ന എന്തെങ്കിലും ചന്ദനത്തിരി ആണെങ്കിലും, നിങ്ങളുടെ ഷാംപൂ, നിങ്ങളുടെ സ്പ്രേ അല്ലെങ്കിൽ തുണി മുക്കുന്ന എന്തെങ്കിലും ലോഷൻസ് ആണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് അതിനോടൊക്കെ ഭയങ്കരമായിട്ടൊരു വിരക്തി തോന്നാനായിട്ട് തുടങ്ങും. ഇത് ഏറ്റവും കൂടുതൽ ആ ഒരു സമയത്തായിരിക്കും നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. പല ആളുകൾക്കും പ്രഗ്നൻസിയുടെ അല്ലാതെ പ്രിമെൻസ്ട്രൽ സിംറ്റം ആയിട്ടും ഇതുപോലെ തന്നെ ഉണ്ടാകാറുണ്ട്. പക്ഷേ പ്രിമെൻസ്ട്രൽ സിംറ്റം ആയിട്ടാണ് നിങ്ങൾക്ക് വരുന്നതെങ്കിൽ 2-3 ഡേയ്സിനകത്ത് നിങ്ങൾക്ക് ബ്ലീഡിംഗ് ഉണ്ടാകും. അതല്ല ഈ ലക്ഷണം കണ്ടിന്യൂസ് ആയിട്ട് മുൻപോട്ടേക്ക് പോവുകയാണെങ്കിൽ അത് പ്രഗ്നൻസി പോസിറ്റീവ് ആയതിന്റെ കൂടി ആകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. ഈ ഒരു സ്മെല്ലിന്റെ സെൻസിറ്റിവിറ്റി നിങ്ങൾക്ക് കൂടുതലായിട്ട് വരുന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് ഒരുപാട് ഗാഢമായിട്ടുള്ളതല്ലാത്ത സ്മെല്ലുള്ളത് നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. മൈൽഡ് ആയിട്ടുള്ള സ്മെല്ലുള്ള ഫ്രാഗ്രൻസ് ഉള്ള സോപ്പ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ സ്പ്രേ ആണെങ്കിലും കുറച്ച് നാളത്തേക്ക് ഒന്ന് മാറ്റി വെക്കുക. പൗഡർ ആണെങ്കിലും ഒരുപാട് ഹെവി ആയിട്ട് സ്മെല്ല് തരുന്ന പൗഡർ ഉപയോഗിക്കാതിരിക്കുക. കാരണം നമുക്ക് ആ സ്മെല്ല് കൂടുതലായിട്ട് വരുന്നത് പലർക്കും ഹെഡ് ഏക്ക് ഉണ്ടാകുന്നതിനും മറ്റുള്ള ഇറിറ്റേഷൻസ് ഒക്കെ ഉണ്ടാവുന്നതിനൊക്കെ കാരണമാവുന്നുണ്ട് കേട്ടോ. പല ആളുകൾക്കും ആ ഒരു 9 months വരെ ഹസ്ബൻഡ് അടുത്തേക്ക് വരുന്നത് പോലും ഇഷ്ടമല്ലാത്ത ഒരുപാട് പേരുണ്ട് കേട്ടോ. നമ്മുടെ ചാനലിൽ തന്നെ പലരും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ളൊരു മാറ്റം നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശരീരം ശ്രദ്ധിക്കണം. പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് നിങ്ങൾ മറന്നു പോകരുത് കേട്ടോ. രണ്ടാമത്തെ ലക്ഷണമാണ് നമുക്ക് വോമിറ്റിങ്ങിന് ഭയങ്കരമായിട്ടും ടെൻഡൻസി കൂടുതലായിട്ട് വരിക. ഈ വോമിറ്റിംഗ് ടെൻഡൻസി നമുക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് ഈ സ്മെല്ല് ഭയങ്കരമായിട്ട് മൂക്കിലോട്ട് നമുക്ക് അടിച്ചു കയറുമ്പോഴാണ് കേട്ടോ ഈ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാകുന്നത്. സ്മെല്ലിന്റെ ആ ഒരു സെൻസേഷൻ ഭയങ്കരമായിട്ട് കൂടുന്നതിനനുസരിച്ചിട്ട് നമുക്കത് ഡയറക്റ്റ്ലി നമ്മുടെ മൂക്കിലോട്ട് എത്തും. ഇതിന്റെ ഭാഗമായിട്ട് നമ്മളൊന്ന് സ്ട്രൈക്ക് ആവുകയാണ് ചെയ്യുന്നത്. യെല്ലോ കളറിലെ ഒരു ലിക്വിഡ് പോലെ ആയിരിക്കും നമ്മൾ ഫസ്റ്റ് ടൈം ഒക്കെ ഇങ്ങനെ വൊമിറ്റ് ചെയ്തൊക്കെ പോകുന്നത് കേട്ടോ. ഈ സമയത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരുപാട് ഫ്രാഗ്രൻസ് അല്ലെങ്കിൽ ഒരുപാട് സ്മെല്ല്
വരുന്ന തരത്തിലുള്ള പ്രൊഡക്ട്സ് നിങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കുക്ക് ചെയ്യുന്ന സമയത്താണെങ്കിലും ഒരുപാട് സ്മെല്ല് വരുന്ന വസ്തുക്കൾ, ഫുഡ് ഐറ്റംസ് നിങ്ങൾ കുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങളൊന്ന് മാറി നിൽക്കുക. സാധാരണയായിട്ട് നമ്മൾ മീൻ വറുക്കുന്ന സമയത്ത്, ചിക്കൻ ഫ്രൈ ചെയ്യുന്ന സമയത്ത്, അതുപോലെ സീ ഫുഡ് ഐറ്റംസ് ഉണ്ടാവുമല്ലോ, നമ്മുടെ കക്കയിറച്ചി, കൂന്തൽ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്താണ് ഭയങ്കര ഹെവി ആയിട്ടുള്ള സ്മെല്ല് നമ്മളിലോട്ട് ഇങ്ങനെ വരുന്നത്. ആ സിറ്റുവേഷനിൽ നിങ്ങളൊന്ന് മാറി നിൽക്കാനായിട്ട് നോക്കുക. കാരണം ആ ഒരു സ്മെല്ല് അടിച്ചു കഴിയുമ്പോൾ തന്നെ നമുക്ക് വൊമിറ്റ് ചെയ്യാനായിട്ട് തെറ്റി വരുന്നൊരു സിറ്റുവേഷൻ ഉണ്ടാകും. അതുപോലെ തന്നെ നിങ്ങൾ ഒരുപാട് ഹെവി ആയിട്ടുള്ള ഒരു സ്മെല്ല് ഇങ്ങനെ ചുറ്റും കറങ്ങുന്ന ഒരു സ്ഥലത്താണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ, ഇപ്പോൾ കിച്ചൺ ആണെങ്കിൽ കൂടെ തന്നെയും നിങ്ങൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സ്മെല്ല് ഭയങ്കര ഹെവി ആയിട്ട് നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒന്ന് എയർ സർക്കുലേഷനൊക്കെ ഒന്ന് കൂട്ടാനായിട്ട് നോക്കുക. ജനലൊക്കെ നല്ലതുപോലെ തുറന്നിടുക. വാതിലാണെങ്കിലും നന്നായിട്ട് തുറന്നിട്ട് കഴിഞ്ഞാൽ ആ ഒരു എയർ പാസേജ് ഉണ്ടാകും. അപ്പോൾ നമുക്ക് ആ വോമിറ്റിംഗ് ടെൻഡൻസി കുറയാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. ഈ വോമിറ്റിംഗ് ടെൻഡൻസി പലർക്കും ഉണ്ടാവുന്നത് പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്ന, നമുക്ക് കാർഡിൽ പോസിറ്റീവ് കിട്ടുന്ന സമയത്തിനേക്കാളും വളരെ മുമ്പ് തന്നെ ഈ ഒരു കാര്യം നിങ്ങൾക്ക് കാണാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. ഇംപ്ലാന്റേഷൻ നടന്നു കഴിയുമ്പോൾ ഹോർമോൺസിന്റെ ഒക്കെ പെട്ടെന്നൊരു ഹൈക്ക് ശരീരത്തിൽ ഉണ്ടാകും. ഇതുമായിട്ട് പൊരുത്തപ്പെടാനായിട്ട് ശരീരത്തിന് ഒരു സമയം എടുക്കുന്നതും, അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് നേരം കിടന്നുറങ്ങിയിട്ട് എഴുന്നേക്കുന്ന സമയത്ത് നമ്മൾ ബ്രഷ് ചെയ്യുമ്പോഴൊക്കെയാണ് നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നത്. നമ്മുടെ ആ ഒരു ഗ്യാസ് നല്ലതുപോലെ അങ്ങോട്ട് കട്ടിയായിട്ട് നിന്നിട്ട് തെകിട്ട് നമുക്ക് വന്നിട്ട് നമ്മൾ വോമിറ്റ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. രണ്ടാമത് നമുക്ക് വോമിറ്റിംഗ് വരുന്നത് നമ്മൾ ഭക്ഷണം കഴിക്കാൻ ഒരുപാട് ഗ്യാപ്പ് ഇട്ടിട്ട് ഗ്യാസ് കയറുന്ന സമയത്താണ് നമുക്ക് വോമിറ്റ് ചെയ്യാനായിട്ട് തോന്നുന്നത്. ആ ഗ്യാസ് കയറുന്ന സമയത്ത് നമ്മൾ എന്ത് ഭക്ഷണമാണോ കഴിക്കുന്നത് അല്ലെങ്കിൽ എന്ത് വെള്ളം നമ്മൾ കുടിച്ചാലും അതെല്ലാം നമുക്ക് ഛർദ്ദിച്ച് പുറത്തേക്ക് പോകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. മൂന്നാമത്തെ സിറ്റുവേഷൻ നമുക്ക് വരുന്നത് നമ്മൾ ഇതുപോലെ തന്നെ ഹെവി ആയിട്ട് സ്മെല്ലുള്ള സിറ്റുവേഷനിൽ നമ്മൾ നിൽക്കുമ്പോഴേക്കും. എനിക്കൊക്കെ ഈ സീ ഫുഡ് കുക്ക് ചെയ്യുന്ന സമയത്ത് ഭയങ്കര വോമിറ്റിംഗ് ആയിരുന്നു. അതുപോലെ മീൻ വറുക്കുന്ന സമയത്തൊക്കെ ഭയങ്കരമായിട്ട് എനിക്ക് വോമിറ്റിംഗ് വരുമായിരുന്നു കേട്ടോ. അങ്ങനെയുള്ള സിറ്റുവേഷൻസിനൊക്കെ നിങ്ങൾ മാറി നിൽക്കാനായിട്ട് നോക്കുക. കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് വോമിറ്റിംഗ് അനുഭവപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുമൂലം നമുക്ക് ഡീഹൈഡ്രേഷൻ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻസ് വരും. അപ്പോൾ അതെല്ലാം നിങ്ങൾ കൃത്യമായിട്ടൊന്ന് ക്രമീകരിക്കാനായിട്ട് നോക്കുക കേട്ടോ. മൂന്നാമത്തെ പ്രഗ്നൻസി ലക്ഷണമാണ് നമുക്കുണ്ടാകുന്ന വിവിഡ് ഡ്രീംസ്. ഭയങ്കര വിയേർഡ് ആയിട്ടുള്ളൊരു പ്രഗ്നൻസി ലക്ഷണമാണ് കേട്ടോ ഇത്. വിവിഡ് ഡ്രീംസ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് നമ്മളെ പേടിപ്പെടുത്തുന്ന തരത്തിലുള്ള, നമ്മളൊന്ന് ഞെട്ടുന്ന തരത്തിലുള്ള സ്വപ്നങ്ങൾ ഉറക്കത്തിൽ നമ്മൾ കാണുക. ഇതാണ് ഈ വിവിഡ് ഡ്രീംസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. പലർക്കും ഇപ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രഗ്നൻസി ലക്ഷണമാണ് ഈ വിവിഡ് ഡ്രീംസ്. ഭയങ്കര വിയേർഡ് ആയിട്ടുള്ള, അതായത് വിചിത്രമായിട്ടുള്ള ഒരു പ്രഗ്നൻസി ലക്ഷണമാണത്. വിവിഡ് ഡ്രീംസിൽ നമ്മൾ കിടന്നുറങ്ങുന്ന സിറ്റുവേഷനിൽ നമ്മൾ ഒട്ടും കംഫർട്ടബിൾ ആയിരിക്കില്ല. കാരണം നമ്മൾ കാണുന്നത് നമ്മളെ ആക്രമിക്കാൻ വരുന്നവരെയോ അല്ലെങ്കിൽ നമുക്ക് പ്രഗ്നൻസി ഉണ്ടാകില്ല എന്നുള്ള തരത്തിലുള്ള ഡ്രീംസോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നമ്മുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചോ എന്നൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും വിവിഡ് ഡ്രീംസിൽ നമ്മൾ കൂടുതലായിട്ട് കാണുന്നത് കേട്ടോ. ഇതിന്റെ ഇഷ്യൂസ് എന്തൊക്കെയാണ്, കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഏറ്റവും ആദ്യത്തേതെന്ന് പറയുന്നതാണ് നമ്മളിൽ ഉണ്ടാകുന്ന ഹോർമോൺ ഇഷ്യൂസ്. നമ്മൾ ഈ ഹോർമോൺ ഇഷ്യൂസ് കൂടുന്നതിന്റെ ഭാഗമായിട്ട് പലർക്കും സ്ട്രെസ് കൂടാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഉറങ്ങുന്ന സമയത്താണെങ്കിലും എന്തെങ്കിലുമൊക്കെ നമ്മൾ കൂടുതലായിട്ടൊക്കെ ആലോചിച്ച് നമ്മൾ വിഷമിച്ച് കിടന്നുറങ്ങുകയാണെങ്കിൽ ഇതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഈ ഒരു ഇത്തരത്തിലുള്ള ഡ്രീംസ് നമ്മൾ കാണാനായിട്ട് ചാൻസ് ഉണ്ട്. ഇപ്പൊ നമ്മളിവിടെ ചുറ്റും നമ്മൾ ന്യൂസ് കാണുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഭയങ്കരമായിട്ട് ഒരുപാട് വയനാടിന്റെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു, അതുപോലെ അർജന്റ് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഇതൊക്കെ നമ്മൾ കാണുമ്പോഴേക്കും നമ്മൾ തിങ്ക് ചെയ്യാണ്, നമ്മൾ ആ ന്യൂസ് അവിടെ വിട്ടിട്ട് പോകുന്നില്ല. കാരണം നമ്മളെല്ലാവരുടെയും മനസ്സിനെയും അത് അഫക്ട് ചെയ്യുന്ന തരത്തിലുള്ളതാണ് അങ്ങനെയുള്ള ന്യൂസ് ഒക്കെ. അപ്പൊ ഇതൊക്കെ നമ്മൾ കൂടുതലായിട്ട് ഇങ്ങനെ കേട്ട് വരുമ്പോഴേക്കും അതിന്റെ ഭാഗമായിട്ട് നമ്മളും തിങ്ക് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പൊ അതുപോലെയുള്ള സിറ്റുവേഷൻസ്, സ്ട്രെസ് നമുക്ക് കൂടുന്നതിന്റെ ഭാഗമായിട്ട് വിവിഡ് ഡ്രീംസ് നിങ്ങൾക്ക് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. ഹോർമോൺ ഷിഫ്റ്റ് ഉണ്ടാവുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് എന്തായാലും സ്ട്രെസ് കൂടും. അതിന്റെ കൂടെ നമ്മൾ ഈ ഒരു ഓവർ തിങ്കിങ് കൂടി നമുക്ക് വരുമ്പോഴേക്കും അങ്ങനെ നിങ്ങൾ വിവിഡ് ആയിട്ടുള്ള ഡ്രീംസ് നിങ്ങൾക്ക് ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. രണ്ടാമത്തെ ഒരു റീസൺ ആണ് നമുക്ക് ഉറക്കം കംപ്ലീറ്റ് ആയിട്ട് കിട്ടാത്ത സിറ്റുവേഷൻ. ഇപ്പോൾ നമ്മൾ പ്രഗ്നന്റ് ആകുന്ന സമയത്ത് നമുക്ക് ഏത് നേരവും കിടന്നുറങ്ങാനായിട്ടുള്ളൊരു ടെൻഡൻസി ഉണ്ടാകും. ഇപ്പോൾ രാത്രി സമയത്താണെങ്കിലും നിങ്ങൾക്ക് കൂടുതലായിട്ടും ഉറക്കം കിട്ടുന്നില്ല എങ്കിൽ ഇപ്പോൾ നമ്മളൊരു 8 മണിക്കൂറെങ്കിലും നമ്മൾ കിടന്നുറങ്ങണം. പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരു സ്ത്രീയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് 8 മണിക്കൂർ കിടന്നുറങ്ങണം. ഈ ഒരു ഉറക്കം നിങ്ങൾക്ക് കിട്ടാത്ത സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഹോർമോൺ ഇഷ്യൂസ് ശരീരത്തിനകത്ത് ഉണ്ടാകും. ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ കിടന്നുറങ്ങുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ഡ്രീംസ് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മളുണ്ടാകുന്ന ഉറക്കം, ചില നേരം ചില ആളുകൾ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് ഒക്കെ ആയിരിക്കും മയങ്ങുന്നത്. പക്ഷെ അവർക്ക് പിന്നെ ഉറങ്ങണമെന്നുണ്ടാകും. പക്ഷെ നമ്മുടെ ഒരു ബോധ മനസ്സ് നമ്മളോട് എഴുന്നേക്കാൻ പറയും, ഉപബോധ മനസ്സ് നമ്മളോട് ഉറങ്ങാൻ പറയും. ഇങ്ങനെ വരുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഭയങ്കര വിയേർഡ് ആയിട്ടുള്ള സ്വപ്നങ്ങൾ കാണാനായിട്ട് ചാൻസ് ഉണ്ട്. ഭയങ്കരമായിട്ട് നമ്മളെ പേടിപ്പിക്കുന്ന തരത്തിലുള്ള സ്വപ്നങ്ങൾ ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. നമ്മൾ എന്തോ തലയ്ക്ക് അടികെട്ടി കിടക്കുന്ന ഉറങ്ങുന്നത് പോലെ നമുക്ക് തോന്നും. നമ്മുടെ ബോഡി എഴുന്നേക്കുന്നില്ല, നമ്മൾ എഴുന്നേക്കാൻ ശ്രമിക്കുന്നുണ്ട്, ബോഡി എഴുന്നേക്കാൻ പറ്റുന്നില്ല. അങ്ങനെയൊക്കെ തരത്തിലുള്ള സ്വപ്നങ്ങൾ നമ്മൾ കാണാനായിട്ട് ചാൻസ് ഉണ്ട്. ഇത് നമ്മളുടെ ഉറക്കം കൃത്യമായിട്ട് നടക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ
ഇങ്ങനെയുള്ള സ്വപ്നങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. ഉറക്കം പ്രോപ്പറായിട്ട് നമുക്ക് കിട്ടാത്തതുകൊണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് നിങ്ങൾക്കുണ്ടെങ്കിൽ ഉറക്കമൊക്കെ നിങ്ങൾ പ്രോപ്പറായിട്ടൊന്ന് ക്രമീകരിക്കുക. ഒരുപാട് ഓവർ തിങ്കിങ് നിങ്ങൾ ഇല്ലാതാക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മളെ വായിക്കുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ കാണുന്ന കാര്യങ്ങളൊക്കെ അവിടെ ഉപേക്ഷിച്ചിട്ട് നിങ്ങൾ ഉറങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. ഉറങ്ങുന്ന സമയത്ത് മാക്സിമം നിങ്ങൾ ക്വയറ്റ് ആകാനായിട്ടും ശ്രദ്ധിക്കുക കേട്ടോ. നമ്മൾ ഓവറായിട്ട് ടെൻഷനായി പോയി കഴിഞ്ഞാൽ അത് നമ്മളുടെ ബുദ്ധിമുട്ടുണ്ടാകും. കാരണം ഉറങ്ങുന്ന സമയം നമ്മുടെ മൈൻഡ് എപ്പോഴും റിലാക്സ്ഡ് ആയിരിക്കണം. ഒരുപാട് ഹോർമോണൽ ആക്ടിവിറ്റീസ് ശരീരത്തിൽ നടക്കുന്ന സമയമാണ് നമ്മൾ ഉറങ്ങുന്ന സമയം. ആ സമയത്ത് മാക്സിമം നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.